അനന്തപുരിയുടെ ഉത്സവമായ ആറ്റുകാൽ പൊങ്കാല മാർച്ച് മാസം 13-ാം തീയതിയാണ്. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലേക്ക് അന്നേ ദിവസം ജനലക്ഷങ്ങളാണ് പൊങ്കാല അർപ്പിക്കാനായി എത്തിച്ചേരുന്നത്. ഇഷ്ടവരദായിനിയും ക്ഷിപ്രപ്രസാദിനിയുമായ ആറ്റുകാലമ്മ കുടികൊള്ളുന്ന സ്ത്രീകളുടെ ശബരിമലയായ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ 2025 ആണ്ടിലെ വിശ്വപ്രസിദ്ധമായ പൊങ്കാല മഹോത്സവത്തിന് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. കുംഭമാസത്തിലെ കാർത്തിക നക്ഷത്രമായ 5/3/2025 രാവിലെ 10 മണിക്ക് കൊടുങ്ങല്ലൂരിൽ നിന്നും ശ്രീ ഭദ്രകാളിയെ തോറ്റമ്പാട്ടിലൂടെ ആവാഹിച്ച് 2 കാപ്പുകളിൽ ഒരെണ്ണം ദേവിയുടെ സ്വർണ്ണ ഉടവാളിലും മേൽശാന്തിയുടെ കയ്യിലും കാപ്പ് കെട്ടി കുടിയിരുത്തി തുടങ്ങിയ ഉത്സവാരംഭത്തിൻ്റെ ഏറ്റവും പ്രധാനം 9-ാം ദിവസം കുംഭമാസത്തിലെ പൂരം നക്ഷത്രവും പൗർണമി തിഥിയും ചേരുന്ന ലക്ഷക്കണക്കിന് മംഗമാർ അമ്മയ്ക്ക് നൽകുന്ന പൊങ്കാല സമർപ്പണമാണ്. 1-ാം ദിവസം ദേവിയെ പാടി കാപ്പ് കെട്ടി കുടിയിരുത്തി, 2-ാം ദിവസം ദേവിയുടെ വിവാഹത്തിൻ്റെ വർണ്ണനകൾ, 3-ാം ദിവസം ദേവിയും പാലകരുമായുള്ള വിവാഹ വർണ്ണനകളാണ് തോറ്റമ്പാട്ടിൽ പാടുന്നത്. ഇതിനെ മാലപ്പുറം പാട്ടെന്നറിയപ്പെടുന്നു. 6-ാം ദിവസം അധികാരത്തിൽ ഇരിക്കുന്ന കോവിലനെ പാണ്ഡ്യരാജാവ് വധിക്കുന്ന ഭാഗമാണ് പാടുന്നത്. 7-ാം ഉത്സവ ദിവസമായ അന്ന് തോറ്റമ്പാട്ടിൽ പാലകരുടെ വധം നടക്കുന്ന കാര്യമാണ് പറയുന്നത്. 7 മണിക്ക് തോറ്റിയെടുത്ത് 7:30 ക്ഷേത്രനട തുറക്കുന്നു. 8 മണിക്ക് സ്വർണ്ണപ്പണിക്കാരനെ കോപാകുലയായ ദേവി തൻ്റെ ഭർത്താവിനെ ചതിച്ച സ്വർണ്ണപ്പണിക്കാരനെ വധിക്കുന്ന ഭാഗമാണ്. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് തോറ്റമ്പാട്ട്. കുംഭമാസത്തിലെ കാർത്തിക നക്ഷത്രത്തിൽ കൊടുങ്ങല്ലൂർ ശ്രീ ഭദ്രകാളിയെ തോറ്റമ്പാട്ടിലൂടെ ആവാഹിച്ച് ആറ്റുകാലമ്മയുടെ സ്വർണ്ണ ഉടവാളിലും മേൽശാന്തിയുടെ കയ്യിലും കാപ്പ് കെട്ടി കുടിയിരുത്തുന്നതോടുകൂടെയാണ് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് തുടക്കം കുറിക്കുന്നത്. 2-ാം ദിവസം ദേവിയുടെ വിവാഹത്തിൻ്റെ വർണ്ണനകളും 3-ാം ദിവസം ദേവി കോവിലിനെ വിവാഹം കഴിക്കുന്ന ഭാഗങ്ങളാണ് പാട്ടിൽ പാടുന്നത്. ഈ 3-ാം ഉത്സവ ദിവസം നടക്കുന്ന തോറ്റമ്പാട്ടിനെ പറയുന്ന പേരാണ് മാലപ്പുറം പാട്ട്. അങ്ങനെ 8-ാം ദിവസം ദേവി സ്വർണ്ണപ്പണിക്കാരനെ വധിക്കുന്ന ഭാഗം പാടുന്നു. 9-ാം ദിവസം പാണ്ഡ്യരാജാവിൻ്റെ വധം പാടി പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷമാണ് പണ്ടാരടുപ്പിൽ തീ കത്തിക്കുന്നതോടുകൂടിയാണ് വിശ്വപ്രസിദ്ധമായ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാലയ്ക്ക് ആരംഭം കുറിക്കുന്നത്. അടുത്ത ദിവസം, അതായത് 10-ാം ദിവസമായ കുംഭമാസത്തിലെ ഉത്തര നക്ഷത്രത്തിൽ കൊടുങ്ങല്ലൂർ ഭഗവതിയെ ആവാഹിച്ച കാപ്പഴിച്ച് കുടിയിളക്കി ദേവിയെ പാടി കൊടുങ്ങല്ലൂരിൽ സങ്കല്പിക്കുന്നു എന്നാണ് ഈ പൊങ്കാലയുടെ ഐതിഹ്യം. 4 ദിവസം നടത്തുന്ന പ്രധാന വഴിപാടുകളിലൊന്നാണ് കുത്തിയോട്ടം. ബാലന്മാരുടെ കുത്തിയോട്ടവും ബാലികമാരുടെ താലപ്പൊലിയും. എല്ലാ ദിവസവും ഓരോ സ്ഥലങ്ങളിൽ നിന്നും എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്ന വിളക്ക് കെട്ട ആറ്റുകാലിൽ വളരെ പ്രസിദ്ധമാണ്.